വന്ദേ മാതരമംബികാം ഭഗവതിം വാണീം രമാം സേവിതാം കല്യാണീം കമനീയകൽപ്പലതികാം കൈലാസവാസപ്രിയാം വേദാന്തപ്രതിപാദ്യമാനവിഭവാം വിദ്യുന്മനോരഞ്ജിനീം ശ്രീചക്രാങ്കിതരത്നപീഠനിലയാം ശ്രീരാജരാജേശ്വരീം ദേവീ ശരണമമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ദേവി ഭാഗവത നിത്യപാരായണ പ്രഭാഷണ വേദിയിലേക്ക് സുസ്വാഗതം. സപ്തമസ്കന്ധം 15-ാമത്തെ അധ്യായം. വരുണൻ ഹരിശ്ചന്ദ്രൻ്റെ അടുത്തേക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. ഹരിശ്ചന്ദ്രൻ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ആ പുത്രനെ യാഗപ്പശുവാക്കാതെ കണ്ട് ആ പുത്രസ്നേഹം കൊണ്ട് ഓരോരോ കാരണങ്ങൾ പറയുകയാണ് വരുണനോട്. എന്തായാലും ചൗളകർമ്മം കഴിഞ്ഞാൽ യാഗം നടത്തി തരാമെന്ന് പറഞ്ഞപ്പോൾ ആ വാക്കുകൾ കേട്ട് ആ വാക്കുകൾ അങ്ങയുടെ സത്യമായിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിതാ വരുണൻ മടങ്ങിപ്പോകണു. ഈ ചൂടാകരണോത്സവം എന്നൊക്കെ പറയും ഇതിന്, ചൗളകർമ്മത്തിന് നടക്കുന്ന സമയത്ത് വരുണൻ വീണ്ടും രാജാവിൻ്റെ ഗൃഹത്തിൽ വന്നു. രാജ്ഞി പുത്രനെ മടിയിൽ വെച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്ന രാജാവിൻ്റെ അടുത്തിരിക്കുന്ന അവസരത്തിലാണ് വരുണൻ വന്നത്. ബ്രാഹ്മണൻ്റെ വേഷത്തിൽ രാജാവിനോട് ആജ്ഞാപിച്ചു, യാഗം ചെയ്യൂ. രാജാവ് അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ പരിഭ്രമിച്ചു, ഭയപ്പെട്ടു. നമസ്കരിച്ച് കൈകളൊക്കെ കൂപ്പി അദ്ദേഹത്തെ വിജയാമണ്ണം വരുണനെ പൂജിച്ചിട്ട് വിനയാന്വിതനായിട്ട് പറയണു, സ്വാമി, വിധിപൂർവം യാഗം ഉടനെ ഞാൻ ചെയ്യാം. എന്നാലും എനിക്കൊരു കാര്യം അറിയാനുണ്ട്, അതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. ഇഷ്ടപ്പെടുമെങ്കിൽ ഞാൻ നേരിട്ട് പറയാം. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ ഈ 3 വർണ്ണങ്ങളിൽപ്പെട്ടവരും സംസ്കാരത്തിലാണ് ദ്വിജന്മാരാകുന്നത്, അല്ലെങ്കിൽ അവർ ശൂദ്രരാണ് എന്ന് വേദജ്ഞന്മാർക്ക് നന്നായിട്ടറിയാം. എൻ്റെ ഈ പുത്രൻ യഥാർത്ഥത്തിൽ ഒരു ശൂദ്ര ശിശുവാണ്. ഇപ്പോൾ ഉപനയനം കഴിഞ്ഞു എങ്കിലേ അവൻ ക്രിയയ്ക്ക് അർഹനാവുള്ളൂ. ഇതാണ് വേദവും പറയണത്. ക്ഷത്രിയന് 11-ാം വയസ്സിലാണ് ഉപനയനം പറഞ്ഞിരിക്കുന്നത്. എട്ടാമത്തെ വയസ്സിനകത്ത് ബ്രാഹ്മണനും 12-ാം വയസ്സിനുള്ളിൽ വൈശ്യനും. ഇതാണല്ലോ ആ ഉപനയനത്തിൻ്റെ പ്രായങ്ങൾ പറഞ്ഞു വച്ചിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങയുടെ ദാസനായിട്ടുള്ള എന്നോട് ദയ കാട്ടണം. ഉപനയനം കഴിഞ്ഞവനെ പശുവാക്കി ഉത്തമമായ യജ്ഞം ഞാൻ നിർവഹിച്ചു കൊള്ളാം. സർവശാസ്ത്രങ്ങളും അറിയുന്നവനാണ് അവിടുന്ന്. അങ്ങ് ലോകപാലകനാണല്ലോ. ഞാൻ പറയുന്നത് സത്യമാണ് എന്ന് കരുതുന്നെങ്കിൽ അങ്ങിപ്പോൾ തിരിച്ചു പോകണം. ഇവൻ്റെ ഉപനയനം, അതായത് ക്ഷത്രിയൻ 11-ാം വയസ്സിലാണ്. അപ്പോൾ 11-ാമത്തെ വയസ്സിൽ ഇവൻ്റെ ഉപനയനം ഞാൻ ചെയ്യും. അതിനുശേഷം ഇവനെ വിധിപ്രകാരം ഇവൻ ദ്വിജനായിട്ട് മാറും. ഇവനെ ഞാൻ വിധിപ്രകാരം അങ്ങക്ക് ഉപനയനത്തിന് ശേഷം യാഗപ്പശുവാക്കി യജ്ഞത്തിലൂടെ അങ്ങയെ യജിക്കാം. ഇപ്പോൾ ഈ കുട്ടി ശൂദ്രനാണ്, യാഗപ്പശുവാക്കാൻ യോഗ്യനല്ല എന്നൊക്കെ കാരണങ്ങളെ പറയും. ഇത് കേട്ട് വരുണൻ ശരി എന്ന് സമ്മതം മൂളിയിട്ട് യാത്രയായി. അതുകൊണ്ട് കൂടിയിട്ട് രാജാവിന് വളരെ സന്തോഷമായി. കാരണം ഇപ്രാവശ്യം പറഞ്ഞ ഒഴിവനുസരിച്ച് ഒരുപാട് കാലം, 11 വർഷമല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ചൗളകർമ്മം എന്നുള്ളത് ആദ്യത്തെ വർഷം 1 വയസ്സ് ആ സമയത്ത് നടത്തുന്നതാണ്. അപ്പം ഇനിയും 10 കൊല്ലം വരുണം വരില്ല, ചോദിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ദീർഘമായിട്ടുള്ളൊരു 10 കൊല്ലം നമുക്കുണ്ട്. അതാണ് അതീവ സന്തോഷമായി ഹരിശ്ചന്ദ്രനും സന്തുഷ്ടനായിട്ടുള്ള പുത്രസൗഖ്യത്തിൽ സുഖമായിട്ടിരുന്നു. രാജ്യകാര്യങ്ങളിലൊക്കെ വ്യാപൃതനായി. യഥാകാലം പുത്രന് 10 വയസ്സായി. കാരണം ഇതിൻ്റെ നടുവിൽ എപ്പോൾ വരും വരണം എന്ന് പറഞ്ഞിട്ട് രാജ്യകാര്യങ്ങളൊന്നും വേണ്ട മാതിരിയൊന്നും നോക്കാൻ ഇദ്ദേഹത്തിന് സമയം കിട്ടിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരുപാട് സമയം കിട്ടിയപ്പോൾ രാജ്യകാര്യങ്ങളൊക്കെ വേണ്ടതൊക്കെ ചെയ്തു. എന്തായാലും
സമയം പോയത് അറിഞ്ഞില്ല. അങ്ങനെയാണല്ലോ കാലം, പെട്ടെന്നാണല്ലോ പോകുന്നത്. കാലം പോകുന്നത് അറിയാൻ നമുക്ക് കഴിയില്ല. കഴിഞ്ഞ വർഷമായിരുന്നു ഇത്, 1 വർഷമായില്ലേ, പെട്ടെന്ന് കാലം പോയി, അറിയില്ല നമ്മൾ. 1 വർഷമായോ? 10 വർഷം കഴിയുമ്പോൾ അയ്യോ 10 വർഷമായി എന്ന് ആലോചിക്കുക. എന്തായാലും പുത്രന് 10 വയസ്സായി. തൻ്റെ പ്രതാപത്തിനൊത്തവണ്ണം പുത്രനെ ഉപനയന കർമ്മങ്ങൾ ചെയ്യാനായിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ഹരിചന്ദ്രൻ ഒരുക്കി. നല്ല ബ്രാഹ്മണരെയൊക്കെ വിളിച്ചു വരുത്തി ആ ചടങ്ങുകൾക്ക് വേണ്ടി 11ാമത്തെ വയസ്സിൽ വിദ്യാമണ്ണം പുത്രന് മേഖലാബന്ധം നടത്തി. അതിനുശേഷം രാജാവ് ചിന്താകുലനായി തീർന്നു. കാരണം ഉപനയന കർമ്മം നടന്നുകൊണ്ടിരിക്കെ വരുണൻ വീണ്ടും ബ്രാഹ്മണനായിട്ട് വേഷം ധരിച്ചത് അവിടെ വന്നു. രാജാവ് എണീറ്റ് നമസ്കരിച്ച് കൈകൂപ്പിക്കൊണ്ട് പതിവ് പോലെ അദ്ദേഹത്തിനെ സ്വീകരിച്ച് നല്ല സ്ഥാനമൊക്കെ കൊടുത്ത് അർഘ്യപാദാദികളൊക്കെ ചെയ്ത് പൂജയൊക്കെ ചെയ്തിരുത്തി. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഈ പുത്രൻ്റെ ഉപനയനം കഴിഞ്ഞു, ഇവനിപ്പോൾ യജ്ഞപശുവാകാൻ യോഗ്യനാണ്, അങ്ങയുടെ കൃപ കൊണ്ട് വന്ധ്യനാണ് എന്നുള്ള അപവാദ ദുഃഖം എനിക്കില്ലാതെ കണ്ടായി. ഞാൻ ധാരാളം ദക്ഷിണകളോടുകൂടി യജ്ഞം യഥാസമയം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ പറയുന്ന എൻ്റെ വാക്കുകളൊക്കെ സത്യമാണ്. സമാവർത്തനം കഴിഞ്ഞാൽ അങ്ങ് ആഗ്രഹിക്കുന്ന വിധം യാഗം ചെയ്യാം. അതുകൊണ്ട് എന്നിൽ ദയ തോന്നി അത്ര കാലം കൂടി അങ്ങ് ക്ഷമിക്കണം എന്ന് പറയാണ്. കാരണം ഈ ഉപനയനം കഴിഞ്ഞാൽ ബ്രഹ്മചര്യത്തിലേക്ക് കടന്നു, ബ്രഹ്മചാരിയായി. അപ്പോൾ ബ്രഹ്മചാരിയായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട് വിട്ടു പോകണം, ഗുരുകുലത്തിൽ പോകണം, വേദാഭ്യാസങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെയാണ്. വാസ്തവത്തിൽ ബ്രഹ്മചാരികൾക്ക് ഈ പെല മുതലായിട്ടുള്ളതൊന്നും ബാധകമല്ല എന്നൊക്കെ ഒരു ശാസ്ത്രമുണ്ട് ബ്രഹ്മചാരിയായാൽ. കാരണം അവരെ ഇപ്പം സന്യാസികൾക്കൊന്നുമില്ലല്ലോ എന്നതുമാതിരി ബ്രഹ്മചാരികൾക്ക് അവർ ഗുരുകുലത്തിൽ പോവുക, അതേമാതിരി ഭവതി ഭിക്ഷാം ദേഹി എന്ന് പറഞ്ഞാൽ ഭിക്ഷ യാചിക്കുക, കിട്ടുന്നത് ഭിക്ഷ കൊണ്ടുവന്ന് ഗുരുപത്നിക്ക് കൊടുക്കുക, ഗുരുപത്നിൻ്റെയും ഗുരുവിൻ്റെയും ശുശ്രൂഷകൾ ചെയ്ത് ഗുരുവിൻ്റെ ആശ്രമത്തിൽ കഴിയുക, ഗുരുപത്നി ഉണ്ടാക്കി തന്ന ആഹാരങ്ങൾ കഴിക്കുക, കൂടെ വേദാഭ്യാസങ്ങളൊക്കെ ചെയ്യുക. അതെല്ലാം കഴിഞ്ഞിട്ടാണ് അടുത്ത ഗൃഹസ്ഥാശ്രമത്തിലേക്കാണ് പോകുന്നത് എങ്കിൽ സമാവർത്തനം സ്വീകരിച്ചു വരും. അതല്ല ഗൃഹസ്ഥാശ്രമം ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വാനപ്രസ്ഥോ സന്യാസമൊക്കെ സ്വീകരിച്ച് പോവാം. പക്ഷേ അതിന് ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവണം. ഗുരുവിൻ്റെ ആജ്ഞ അനുസരിച്ചേ ചെയ്യാൻ പറ്റുള്ളൂ. ബ്രഹ്മചര്യത്തിൽ നിന്നും നേരെ സന്യാസത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവൻ അതിന് യോഗ്യനാണ് എന്ന് കരുതി ഗുരു അനുഗ്രഹിച്ചാൽ ഗൃഹസ്ഥാശ്രമം വിട്ട് വാനപ്രസ്ഥത്തിലേക്കോ സന്യാസത്തിലേക്കോ ഒക്കെ പോവാം. പക്ഷേ അതിനുള്ള യോഗ്യത തൻ്റെ ശിഷ്യനായിട്ടില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ സമാവർത്തനം ചെയ്തു കൊടുക്കും. പിന്നെ വന്ന് വിവാഹം കഴിച്ച് ഗൃഹസ്ഥാദി ആശ്രമങ്ങളൊക്കെ അനുഷ്ഠിച്ചതിന് ശേഷം പുത്രപൗത്രകളത്രാദികളൊക്കെ ആയതിനു ശേഷം യഥാസമയത്ത് അതൊക്കെ ഉപേക്ഷിച്ച് വാനപ്രസ്ഥം സന്യാസം സ്വീകരിച്ച് പോവാം. അങ്ങനെയൊക്കെയാണ് നിയമങ്ങൾ. അപ്പോൾ അതനുസരിച്ചിട്ട് സമാവർത്തനം കഴിഞ്ഞ് ഇപ്പോൾ ബ്രഹ്മചാരിയാണ്, സമാവർത്തനം കഴിഞ്ഞിട്ട് ഞാനാക്കാം, യാഗപശു ആക്കാം എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ വരുണം പറഞ്ഞു, ഹേ ഹരിചന്ദ്ര, അങ്ങ് ജ്ഞാനിയാണ്, യുക്തിയുക്തമായിട്ടുള്ള ഓരോരോ ഉപായം കണ്ടുപിടിച്ച് പുത്രനോടുള്ള അമിതമായ സ്നേഹം നിമിത്തം വീണ്ടും വീണ്ടും എന്നെ വഞ്ചിക്കുകയാണ് ചെയ്യണത്. അങ്ങ് പറയുന്നത് കേട്ട് വിശ്വസിച്ച് ഞാൻ ഇതാ ഇപ്പോൾ പോവാം. സമാവർത്തന കർമ്മം നടക്കുമ്പോൾ ഞാനിവിടെ വീണ്ടും വരും. ഇങ്ങനെ പറഞ്ഞിട്ട് വരുണനിത അവിടെ നിന്നും പ്രസ്ഥാനം ചെയ്തു. രാജാവിനും സന്തോഷമായി എന്ന് പറയാണ്. പിന്നീട് എന്താണ് നടന്നത് എന്ന കാര്യങ്ങളെ നമുക്ക് നാളെ അവലോകനം ചെയ്തു കൊണ്ടുപോകാം. സമയം കഴിഞ്ഞതുകൊണ്ട് ഇന്നിവിടെ തന്നെ നിർത്തുന്നു. ശ്രീ മഹാദേവ്യൈ നമഃ.